ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. പ്രിയമുള്ളവരെ, നമ്മുടെ ആശ്രയത്വം എവിടെയാണെന്ന് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കണം, എനിക്ക് എൻ്റെ ദൈവത്തിലാണ് ആശ്രയത്വം. എന്നാൽ ചിലപ്പോൾ ചില ആളുകൾ, ഞാനും നിങ്ങളോ ചില സന്ദർഭങ്ങളിലൊക്കെ പറയാറുണ്ട്, ഞാനൊരു ബിസിനസ് ആരംഭിച്ചത് എനിക്ക് എൻ്റെ പിതൃസ്വത്തോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇത്ര രൂപ ഉണ്ടായിരുന്നു, ഞാൻ ഇന്നതിൽ ആശ്രയിച്ചു, അല്ലെങ്കിൽ എൻ്റെ ബന്ധുമിത്രാദികൾ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കൂട്ടുകാരിൽ, ഞാൻ പണത്തിൽ, എൻ്റെ സമ്പാദ്യം, അങ്ങനെ പലതിലും നമ്മൾ ആശ്രയിക്കുമായിരിക്കും. എന്നാൽ വചനം നമ്മോട് പറയുന്ന സങ്കീർത്തന പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം പറയാണ്, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിച്ചു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ പ്രബലപ്പെടും. അപ്പോൾ പലരും കുതിരകളിൽ ആശ്രയിക്കുന്നവരുണ്ട്, രഥങ്ങളിൽ ആശ്രയിക്കുന്നവരുണ്ട്. എന്ന് വെച്ചാൽ ഈ ലോകത്തിൻ്റെ സൃഷ്ടികളിൽ അതെന്തുമാവാം, പണം, സമ്പാദ്യം, പദവി എന്തുമായിക്കോട്ടെ, ആശ്രയിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെയല്ല. നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ ആരിൽ ആശ്രയിക്കണം? കർത്താവിൽ ആശ്രയിക്കണം. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പ്രബലപ്പെടും, ശക്തി ആർജിക്കും. ഈ പ്രഭാതം നിങ്ങൾ മറ്റെന്തിനെങ്കിലും ആശ്രയിക്കുന്നുണ്ടെങ്കിൽ മാറ്റിവെച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് ഈ ദിവസം നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവത്തിന് എല്ലാ കൃപകളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമീൻ.